കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്ന് അജയുടെ അപർണയുടെ ഹൽദി ചടങ്ങുകളൊക്കെ നടക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്താണ് അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് നിരഞ്ജനയുടെ അങ്ങോട്ടുള്ള വരവ്. നിരഞ്ജനെ കണ്ടത് ഒരു നിമിഷം തന്നെ ഞെട്ടിത്തെറിച്ചു പോയി. ജാനകിയും ശരണ്യൊക്കെ അവർക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ അവരുടെ പുറയുന്ന അജയും നിരഞ്ജനെ കണ്ടപ്പോഴത്തേനും എന്ത് ചെയ്യണം, എടി പോണോ അതോ ഇവിടെ നിൽക്കണോ എന്നൊരു അവസ്ഥയായിപ്പോയി. ഇവിടെ ആരെ പറഞ്ഞ് ഇങ്ങോട്ട് വരാനായിട്ട് ഈ സമയത്ത് എന്നോർത്ത് വല്ലാത്ത ടെൻഷൻ നിൽക്കണം. അങ്ങനെ നിരഞ്ജന അകത്തേക്ക് കയറി വരിക. അപ്പൊ നിരഞ്ജനെ കണ്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ വിശ്വനാഥൻ തമ്പി ഭാര്യയോട് ചോദിച്ചു, വസു അതാരാ വന്നിരിക്കുന്ന പെൺകുട്ടി ഏതാന്ന് ചോദിക്കുക. അയ്യോ അത് അപർണയുടെ കൂട്ടുകാരി ആയിരിക്കും എന്ന് പറയാണ്. ബാ മോളെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വിശ്വനാഥൻ തമ്പി പോയി അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുവാണ്. അതെ അപർണ മുകളില റെഡിയാൻ പോയേക്കുമെന്ന് പറയണം. അത് കുഴപ്പമില്ല അങ്കിൾ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. ഈ സമയത്ത് മുത്തശ്ശി വന്നിട്ട് ചോദിച്ചു, അല്ല നീ ഏതാ മോളേന്ന് ചോദിക്കുകയാണ്. ഞാൻ അപർണയുടെ കൂട്ടുകാരിയാ നിരഞ്ജന എന്ന് പറയണം. ആഹാ അത് കൊള്ളാലോ, അല്ല മോളെ മുമ്പ് കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചാ. ഈ സമയത്ത് ജാനകിയാണെങ്കിൽ നിരഞ്ജനെ തന്നെ നോക്കിക്കുക. അല്ല നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോന്ന് ചോദിക്കും. അല്ല എനിക്ക് പരിചയമൊന്നുമില്ല, പക്ഷെ ജാനിയടുത്ത് എനിക്ക് അറിയാന്ന് പറയണം. അജയ് എന്റെ അച്ഛന്റെ ജൂനിയർ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഞാൻ ഉണ്ണിത്താൻ സാറിന്റെ മോളാന്ന് പറയണം. ഇത് കേട്ടതും ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചു പോയി നിൽക്കുവാണ് അബി സംഭാഷണം കേട്ടോണ്ടോ അങ്ങോട്ട് വന്നേ. അപ്പൊ ഇവളാണ് നിരഞ്ജന. ദൈവമേ ഇവളുടെ പുറപ്പാട് എന്തായിരിക്കും, ഒന്നും ഒരു എത്തിയും പിടിയും കിട്ടില്ല. ഈ സമയമാണ് അപർണ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. അപർണ വന്നിട്ട് സോറി കേട്ടോ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു പറയണം. പിന്നീട് അപർണ നിരഞ്ജനെ കെട്ടിപ്പിടിക്കുക. ഇത് കണ്ടതും ശരണ്യക്കൊക്കെ വല്ലാത്തൊരു ഞെട്ടുണ്ടായി. പിന്നീട് നേരെ ജാനകിയുടെ അടുത്തും അബിയുടെ അടുത്തേക്ക് എല്ലാവർക്കും അത് കൈ ഷെയ്ക്കാൻ്റെ കൊടുക്കുന്നുണ്ട്. ഞാനേ കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ടാ. അതെ ബാക്കിങ്ങൾ ഞാൻ റെഡി ആയിട്ട് പെട്ടെന്ന് വരാം എന്നും പറഞ്ഞുകൊണ്ട് ബാ അപർണ നമുക്ക് മുകളിലേക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട്, അല്ല ബാ നിരഞ്ജനെന്ന് നമുക്ക് മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞ നിരഞ്ജനെ കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് അങ്ങോട്ട് പോവാം. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയില്ലാതെ ജാനകി അങ്ങോട്ട് മാറി നിൽക്കുക. പെട്ടെന്ന് അബി അങ്ങോട്ട് വന്നു. അബി പറഞ്ഞു, എന്തൊക്കെയാ ഇവിടെ നടക്കണേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയാ. എനിക്കറിയില്ല അബിയേട്ടാ എന്താ നിരഞ്ജന എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് പോലും അറിയത്തില്ല. ഒരു പക്ഷേങ്കില് ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവളുടെ വരവ്. എനിക്ക് കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നേ, ചില ഗൂഢ ലക്ഷ്യങ്ങളുമായിട്ടാ അവള് വന്നേന്നാ തോന്നേന്ന് പറയണം. അബി പറഞ്ഞു, ദൈവമേ എനിക്കറിയില്ല. ആ സമയത്താണ് വിശ്വനാഥൻ തമ്പി അങ്ങോട്ട് വരുന്നത്. അബിനെ അങ്ങോട്ട് വിളിക്കുകയാണ്. അതെ ഇപ്പൊ ഞാൻ വരാന്ന് പറഞ്ഞാൽ ആ പുറകെ അങ്ങോട്ട് പോവാം. ജാനി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശരണ്യ അങ്ങോട്ട് വന്നു. ശരണ്യെ കണ്ടതും പെട്ടെന്ന് ജാനകി പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ശരണേ. അതെ ഏട്ടത്തി ഒന്ന് വിഷമിക്കാതിരിക്കുക. ഇപ്പൊ നമ്മൾ 4 പേർക്കായി കാര്യങ്ങളൊക്കെ ഇവിടെ അറിയത്തുള്ളൂ. എന്തേ അറിയാലോ, ഇവിടെ എങ്ങാനും ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. 2 കുടുംബങ്ങൾ തമ്മിൽ ഒന്നിക്കാനുള്ള ഏക അവസരമാണ് കിട്ടിയിരിക്കുന്നത്. ഇതെങ്ങാനും ആ വിശ്വനാഥൻ തമ്പി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെറുതെ വെച്ചിക്കല്ലോ ഒറ്റ ഒരെണ്ണത്തിന്. എനിക്കറിയാം ഏട്ടത്തി നമ്മളിനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. എന്ത് ചെയ്യാനാ, ഇനിയിപ്പോ അവൾ എങ്ങാനും എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഇന്നത്തോടു കൂടി ഈ വിവാഹം മുടങ്ങും. ഞാൻ അജയോട് 100 വട്ടം പറഞ്ഞ നിന്റെ മനസ്സിൽ അവളുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും തുറന്നു പറയാനായിട്ട്. ഇപ്പൊ ഈ അവസാന നിമിഷം ഈ വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാം. അപ്പോഴാണ് മുത്തശ്ശി അവിടെ നോക്കുന്നത്. ഇവർ തമ്മിൽ എന്തോ രഹസ്യമുണ്ടല്ലോ, എന്തോ കള്ളക്കളിയുണ്ട്. ജാനകിയുടെ മുഖം കണ്ട അത്ര പന്തിയായിട്ട് തോന്നില്ല, എന്തോ വലിയ സങ്കടമുണ്ട്. എന്താന്ന് കണ്ടുപിടിച്ചിട്ട് കാര്യം. പെട്ടെന്ന് ഇച്ചിരി കൂടെ അടുത്തേക്ക് വരുവാണ്. അപ്പൊ ഇവര് സംസാരിക്കുന്നത് കേട്ടു. അന്നെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, അവളെ വാച്ച് ചെയ്യാന്ന് പറയണേ. ഒരു കാര്യം ചെയ്യാം, ജാനകി അടുത്ത് അവളെ വാച്ച് ചെയ്തോളാം പറയണേ. താരെ വാച്ച് ചെയ്യുന്ന കാര്യം പറയണേ. ഇച്ചിരോടെ അടുത്ത് വരാന്ന് ഓർത്ത് ഇച്ചിരോടെ അടുത്തേക്ക് വരുവാണ്. പെട്ടെന്ന് ശരണ്യെ കണ്ടു. മുത്തശ്ശി വരുന്നുണ്ടെന്ന് പറയണ. പെട്ടെന്ന് ജാനകി വിഷയം മാറ്റുവാണ്. അതെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, എല്ലാ കാര്യത്തിനും നീ വേണം മുൻപന്തി നിൽക്കണോട്ടോ ശരണ്യെ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വിഷയം മാറ്റുവാണ്. മുത്തശ്ശി വന്നിട്ട് നിങ്ങൾ എന്താ ഭയങ്കര ചർച്ചയിലാണല്ലോ. ഒന്നുമില്ല, ഹൽദി ചടങ്ങിനെ കുറിച്ച് പറഞ്ഞു തന്നിടണം. മനസ്സിലാവുന്നുണ്ടെന്ന് പറയണേ. പിന്നീട് അവർ രണ്ടിനും കൂടെ പോവാ. എന്തോ കള്ളത്തരുണ്ട്, രണ്ടിന്റെ ആ മുഖഭാവം കണ്ടാ അറിയാം. എത്ര സമയം ഒളിച്ചു വെക്കാൻ പറ്റും, ഞാൻ കണ്ടുപിടിച്ചാളാ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന അപർണയെ ഒരുക്കുന്ന മുറിയില് നിരഞ്ജനെ കൂടെ നിൽക്കുകയാണ്. അപ്പൊ അപർണയെ റെഡിയായിക്കൊണ്ടിരിക്കുക കൂട്ടുകാരികളൊക്കെ ചേർന്നിട്ട്. ഈ സമയം നിരഞ്ജന ചോദിച്ചു, അല്ല അജയവായിട്ട് എങ്ങനെയാ പരിചയം, നിങ്ങൾ എങ്ങനെയാ ആദ്യമായിട്ട് കാണുന്നതെന്ന് ചോദിക്കണം. അതൊരു വലിയ കഥയാന്ന് പറയണേ. ഈ സമയം ഫ്രണ്ട്സ് പറഞ്ഞു, ഇവിടെ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അയാളെ മനസ്സിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ പെട്ടെന്ന് മറക്കുമല്ല. ഇത്രയും കാലം കല്യാണം വേണ്ടെന്ന് പറഞ്ഞിരുന്ന അപർണ പെട്ടെന്നാണ് അജയനെ കണ്ടത്. അജയനെ കണ്ടതോടുകൂടി അവൾ ആ തീരുമാനം അങ്ങോട്ട് മാറ്റിയെന്ന് പറയാം. പിന്നീട് അപർണ പറഞ്ഞു, അജയനെ ഞാൻ കണ്ടു, എനിക്കിഷ്ടമായിരുന്നു അജയനെ. ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേങ്കിൽ അതെനിക്ക് വീട്ടിൽ എങ്ങനെ അവതരിപ്പിക്കണം എന്നറിയില്ലായിരുന്നു. ആ സമയത്താണ് ജാനകിയടുത്തേക്ക് വിവാഹാലോചനയായിട്ട് അങ്ങോട്ട് വരുന്നത്. പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നു അറിയാം.
ഇത് കേട്ടതും നിരഞ്ജന മനസ്സ് വല്ലാത്തൊരു സങ്കടമായി. അപ്പൊ അതാണ് കാര്യങ്ങൾ. അങ്ങനെയാണ് ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. അങ്ങനെ വരട്ടെ. ഈ സമയത്താണ് ജാനകി അങ്ങോട്ട് വരുന്നത്. ജാനകി വന്നിട്ട് നിരഞ്ജനോട് പറഞ്ഞു, നിരഞ്ജന താഴേക്കൊന്ന് വരുമോന്ന് ചോദിക്കും. എന്താ ജാനിയടുത്തി? അല്ല, അമ്മയ്ക്കൊന്ന് പരിചയപ്പെടണം, അമ്മ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അമ്മയ്ക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനോ? ഓ അതാണോ? അതിനു മുമ്പേ അമ്മ ഇവിടെ കയറി വന്നായിരുന്നല്ലോ, ഞങ്ങൾ പരിചയപ്പെടുകയും ചെയ്തായിരുന്നല്ലോ അല്ലേ അപർണ എന്ന് ചോദിക്കുക. അതെ അതെ, പരിചയപ്പെടുകയും ചെയ്താന്ന് പറയണം. കാരണം മഞ്ഞൾ അരച്ചുകൊണ്ട് കൊണ്ട് തരാൻ വന്ന സമയത്തെ ഞാൻ അമ്മയോട് സംസാരിച്ചാന്ന് പറയും. പിന്നീട് എന്തേലും ജാനകിക്ക് പറയാനുണ്ടോ? ഈ സമയം ജാനകി വല്ലാത്ത ബുദ്ധിമുട്ട് നിൽക്കുക. പെട്ടെന്ന് അപർണ ചോദിച്ചാൽ, അല്ല ജാനിയടത്തിനെ പരിചയം ഉണ്ടോ നിൽക്കും. പരിചയം ഉണ്ടോന്നോ? എനിക്കറിയാം ജാനിയടത്തെ കുറിച്ച്. എന്നെ കുറിച്ചോ? അതെ, അജയ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. പെട്ടെന്ന് അപർണയുടെ മുഖം അങ്ങോട്ട് മാറി. അജയോ? വിളറി വെളുത്ത് നിൽക്കുകയാണ് ജാനകി. എന്താ അവള് പറയാൻ പോകുന്ന ഓർത്തിട്ട്. അല്ല, എന്റെ അച്ഛൻ്റെ ജൂനിയർ വക്കീലായിരുന്നല്ലോ അജയ്. അപ്പൊ ഞാൻ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ലഞ്ചും കൊണ്ടൊക്കെ പോവായിരുന്നു. ആ സമയത്ത് ജാൻ്റെ അടുത്ത് കൈപ്പുണ്യത്തെ കുറിച്ചൊക്കെ അജയ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാന്ന് പറയണു. ഓ അങ്ങനെയാണോ? സമാധാനമായെന്ന് ഓർത്ത് അപർണ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് ജാനകിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ജാനകി അതിന് മൈൻഡ് പോലും ചെയ്തില്ല നിരഞ്ജന. ജാനകി പിന്നീട് താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് നിരഞ്ജന ചോദിച്ചു, അല്ല ഹൽദിക്കുള്ള ഡാൻസുള്ള പാട്ടൊക്കെ സെലക്ട് ചെയ്തെന്ന് ചോദിക്കണം. അതൊക്കെ സെലക്ട് ചെയ്ത് അപർണ എന്ന് പറയണേ. ഏത് പാട്ടാ സെലക്ട് ചെയ്തേ? പാട്ടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പോയി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ സംസാരിച്ച് അങ്ങോട്ട് പോയി നിരഞ്ജന നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പാത്രം നിറച്ച് മഞ്ഞൾ അരച്ചു വെച്ചിട്ടുണ്ട്. അല്ല ഇതെന്താ ഈ മഞ്ഞൾ അജയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേന്ന് ചോദിക്കുക. അതോ അങ്ങനെ എന്തോ ഒരു നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് അവരത് അവിടെ നിന്ന് കൊണ്ടുവന്നേന്ന് പറയാൻ. ഓഹോ അങ്ങനെയാണല്ലേ, അങ്ങനെ വരട്ടെ. പിന്നീട് എന്ത് ചെയ്യണം, പതുക്കെ ആ പാത്രത്തിന് കുറച്ച് മഞ്ഞൾ കയ്യിലെടുത്തു. മഞ്ഞൾ കരയിലെടുത്തിട്ട് ഞാൻ ഇപ്പൊ വരാമേന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജന ആ മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുവാണ്. ഈ സമയമാണെങ്കിൽ അജയ് ആ ടെൻഷൻ അടിച്ച് മുറിയിരിക്കുക. അവൾ എന്തിനുള്ള പുറപ്പാടായിരിക്കും നിരഞ്ജന? അവൾ എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നത്? മനുഷ്യന് സമാധാനം കളയാനായിട്ട്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. അവൾ വന്ന് കയറിയിട്ടുണ്ട്. അവൾ രണ്ടും കളിപ്പിച്ചാന്ന് തോന്നി. ആ സമയത്താണ് കഥയിലൊരു മുട്ട് കേട്ടത്. കഥ പോയി തുറന്നു നോക്കിയപ്പോഴത്തേന് നിരഞ്ജന നിൽക്കുന്നു. അജയ് ഒന്നും ഞെട്ടി. നീയോ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് പറയാ. എനിക്ക് ഇച്ചിരി സംസാരിക്കാൻ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയിട്ട് ആ കഥവും കൂടെ കുറ്റിയിട്ടു. നീ ഇത് എന്ത് പരിപാടിയാ കാണിക്കണേ? കഥ ഒന്നും കുറ്റിയിടണ്ടെന്ന് പറയാം. എന്താ അജയ്ക്ക് ഇത്ര പേടി? ഇത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അജയുടെ കാമുകയല്ലേ, പിന്നെ എന്തിനാന്ന് ചോദിക്കും. ഈ സമയത്തൊക്കെ ആ മഞ്ഞളെ കൈക്കകത്ത് മറച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അജയോട് പറഞ്ഞു, ഈ പുരുഷന്മാരുടെ ഒരു കാര്യേ, എത്ര പെട്ടെന്ന് പഴയ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നേ, പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുന്നേ. പക്ഷേങ്കില് പെണ്ണുങ്ങളെ സംബന്ധിച്ചോളം അത്ര പെട്ടെന്നൊന്നും മനസ്സിന്നത് മായത്തില്ല, അറിയാലോ. അജയുടെ കല്യാണമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതല് എന്റെ മനസ്സ് വല്ലാത്ത വിഷമമായിരുന്നു. എനിക്ക് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചങ്ക് പറിച്ചു തന്നെ സ്നേഹിക്കും. പക്ഷെങ്കിൽ വെറുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാവുന്ന ഇതായിരിക്കും, അപ്പുറമായിരിക്കും എൻ്റെ വെറുപ്പെന്ന് പറഞ്ഞാൽ എന്നും പറഞ്ഞിട്ട് അജയുടെ അടുത്തേക്ക് ഇങ്ങ് ചെല്ലണം. അജയ് ഇച്ചിരി പുറകോട്ട് മാറി. എന്തിനാ അജയ് പേടിച്ച് മാറുന്നേ? പേടിച്ച് മാറേണ്ടൊന്നും ആവശ്യമില്ല. നമ്മുടെ എൻഗേജ്മെന്റ് പണ്ടേ കഴിഞ്ഞല്ലേ, ഇന്ന് നമ്മുടെ ഹൽദി അല്ലേ എന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ അജയോട്, നീ എന്തൊക്കെ പൊട്ടത്തരേ പറയണേ? പൊട്ടത്തരോ? അതെങ്ങനെ പൊട്ടത്തരാവുന്നേ? അജയ് എൻ്റെ കയ്യിൽ റിങ് ഇട്ടതെന്ന് ഓർമ്മയുണ്ടോന്ന് ചോദിക്കുകയാണ്. പിന്നെ ആ റിങ് കാണിക്കുകയാണ് കയ്യിലിട്ട് കൊടുത്തേ. അന്ന് നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞാ. പിന്നെ ഇനിയിപ്പോൾ ഇന്ന് ഹൽദി കഴിഞ്ഞ് നാളെ വിവാഹം എന്ന് പറയാണ്. അങ്ങനെ അജയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നിട്ട് അജയുടെ കയ്യിൽ അങ്ങോട്ട് പിടിക്കുവാണ്. അജയ് പെട്ടെന്ന് എന്ത് ചെയ്യണം, ആ കൈ അങ്ങോട്ട് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മാറിയില്ല. പെട്ടെന്ന് ആ കൈ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം, നിരഞ്ജന ആ കൈ എടുത്ത് എൻ്റെ മുഖത്തേക്ക് അങ്ങോട്ട് വെക്കുക. പക്ഷെ ആ കൈ മഞ്ഞളുണ്ടായിരുന്നു. പെട്ടെന്നാണ് അജയ് ശ്രദ്ധിച്ചത്. നിരഞ്ജനയുടെ മുഖം മൊത്തം മഞ്ഞളായി. ആഹാ കൊള്ളാം. ആ കണ്ണാടിക്കകത്ത് നോക്കിയപ്പോൾ എൻ്റെ ഹൽദി കഴിഞ്ഞെന്ന് പറയണേ, ഈ നാളെ നമ്മുടെ വിവാഹം എന്ന് പറയാം. അജയ് പെട്ടെന്ന് ചോദിച്ചു, നീ എന്താ നിരഞ്ജനയ്ക്ക് പറയണേ? എന്തേ കാണിക്കണേന്ന് ചോദിക്കുക. നിരഞ്ജന കയ്യിലിരിക്കുന്ന മഞ്ഞൾ അജയുടെ പതുക്കെ മുഖത്തേക്ക് തേക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? നമ്മുടെ എൻഗേജ്മെന്റും ഹൽദിയും കഴിഞ്ഞു. ഇനി നമ്മുടെ നാളെ വിവാഹം എന്ന് പറയാം. ഇത് നിരഞ്ജന, നീ ഇവിടുന്ന് എങ്ങനെ ഇരുന്ന് പോ? ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ? ഓ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ എന്നോർത്ത് പേടിയല്ല അജയ്ക്ക്. പേടിക്കൊന്നും വേണ്ടെന്നേ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നാളെ നമ്മുടെ വിവാഹമല്ലേ, അപർണയുമായിട്ടുള്ള വിവാഹം ഒന്നും ഒരിക്കലും പോലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം. അജയ്ക്ക് കരയണോ ചിരിക്കണോ എന്നാൽ വല്ലാത്തൊരു അവസ്ഥയാ. ഇവൾ എന്തൊക്കെയോ പൊട്ടത്തരങ്ങളെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നേ. ഈ സമയം നിരഞ്ജന പറഞ്ഞു, അജയുടെ വെപ്രാളം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അജയ് ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞുകൊണ്ട് അജയുടെ അടുത്തേക്ക് വന്നപ്പോഴത്തേനും അജയ് അങ്ങ് തള്ളി മാറ്റുവാണ്. പെട്ടെന്നാണ് കഥയിൽ അങ്ങോട്ട് മുട്ട് കേട്ടത്. നിരഞ്ജന പറഞ്ഞ് പോയി തുറക്കാൻ പറയണം. അജയ്ക്ക് വെപ്രാളം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പോയി തുറക്കജയ്, ധൈര്യമായിട്ട് തുറക്കാൻ പറയണം. അജയ് അങ്ങനെ കഥകിന്റെ അടുത്തേക്ക് അങ്ങോട്ട് എത്തുവാണ്. ആരാ പുറത്തൊന്നും പോലും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.